ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മറ്റൊരു ഫിസിക്സ് ചോദ്യപേപ്പർ അപഗ്രഥന സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സന്തോഷ് സേതുമാധവൻ. തൊട്ട് മുൻപ് നടന്ന LDC പരീക്ഷ സെപ്റ്റംബർ 7-ാം തീയതി ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലായിട്ട് നടന്ന LDC 4-ാം ഘട്ട പരീക്ഷയുടെ ഫിസിക്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഈ ഒരു സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നത്. കാരണം ഒരൊറ്റ ചോദ്യം പോലും എൻട്രിയുടെ വിദ്യാർത്ഥികളെ കുഴക്കിയില്ല എന്ന അവരുടെ ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യപേപ്പർ അപഗ്രഥനത്തിനിരിക്കുന്നത്. ഫിസിക്സിലെ ഈ 4 ചോദ്യങ്ങൾ, പൊതുവേ ചോദ്യപേപ്പറിലെ മറ്റു ചോദ്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തതായിരുന്നു. എന്നാൽ ഫിസിക്സിലേക്ക് വരുമ്പോൾ വളരെ അധികം എളുപ്പമുള്ള ചോദ്യങ്ങൾ, പല തവണ നമ്മുടെ ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുമെന്ന് പറഞ്ഞ, നിർബന്ധമായിട്ടും ഓർത്തിരിക്കണമെന്ന് പറഞ്ഞ അതേ ചോദ്യങ്ങളാണ് ഈ ഒരു ചോദ്യപേപ്പറിൽ 4-ാം ഘട്ടത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്നറിയോ? നമ്മൾ ചിലപ്പോൾ ചില ചോദ്യം പറഞ്ഞിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വരുമെന്ന് പറയാറില്ലേ? പലപ്പോഴും പല ക്ലാസ് എടുക്കുന്ന ആളുകളും ചോദ്യങ്ങളെക്കുറിച്ച്, ടോപ്പിക്കുകളെക്കുറിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വരും എന്നൊക്കെ ഒരു പ്രവചനം നടത്താറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു ഇൻഡ്യൂഷനാണ്, ആ ചോദ്യം പ്രതീക്ഷിക്കാം എന്നുള്ള നമ്മുടെ ഒരു ഇൻഡ്യൂഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്രവചനം നടത്തുന്നത്. എന്നാൽ തൊട്ടു മുൻപ് പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ പറഞ്ഞ കാര്യം പിറ്റേ ദിവസത്തെ ചോദ്യപേപ്പറിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ചന്ദ്രയാൻ 3-ുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലെ? ചന്ദ്രയാൻ 3-ുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, ലാൻഡറിനെ കുറിച്ച്, ചന്ദ്രയാൻ 3-ന്റെ ലാൻഡർ ഏതാണ് എന്നൊരു ചോദ്യം നമ്മുടെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തൊട്ട് തലേ ദിവസം, ഈ പരീക്ഷയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പോകുന്നതിന് തൊട്ട് തലേ ദിവസത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ചോദ്യപേപ്പർ അപഗ്രഥനത്തിൽ, മാരത്തോൺ അപഗ്രഥനത്തിൽ നമ്മൾ കൃത്യമായി പറഞ്ഞൊരു ചോദ്യമാണത്. അതിൻ്റെ പ്രഗ്യാൻ റോവറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതാണ് വിക്രം ലാൻഡർ അടുത്ത ചോദ്യം പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ആ ക്ലാസ് കേട്ടവർക്ക് ആ 1 മാർക്ക് ഉറപ്പായും കിട്ടിയിട്ടുണ്ടാവും. അത് മറ്റൊരു സന്തോഷമാണ്. അതേപോലെ തന്നെ നമുക്ക് പാസ്കൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിരുന്നു. അതും അതേ ക്ലാസ്സിൽ തൊട്ട് തലേ ദിവസത്തെ റിവിഷനിൽ നമ്മൾ പറഞ്ഞതാണ്. പാസ്കൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ നിന്ന് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. കൂടെ ബാക്കി ഫിസിക്സിൽ നിന്ന് വന്ന മറ്റ് 2 ചോദ്യങ്ങളും നമ്മൾ നമ്മുടെ റെക്കോർഡഡ് സെഷൻസിലായാലും നമ്മുടെ ലൈവ് സെഷൻസിലായാലും അതേപോലെ തന്നെ നമ്മുടെ എക്സാമിന് മുന്നോടിയായിട്ട് നടന്ന റിവിഷൻ സെഷനിലായാലും മുന്നൊരുക്കത്തിന് വേണ്ടി അവസാനഘട്ട ഒരുക്ക സെഷനുകളിലായാലും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞ സെഷൻസിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് എന്ന സംതൃപ്തിയോടെ, എന്ന സമാധാനത്തോടെ, സന്തോഷത്തോടെ അടുത്ത 3-4 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും ഈ ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യം നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ, ആദ്യത്തെ ചോദ്യം 4-ാം ഘട്ട LD പരീക്ഷയിലെ ഫിസിക്സിലെ ആദ്യത്തെ ചോദ്യം, പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞ് ചോദ്യം വന്നപ്പോൾ, പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം, എൻട്രിയുടെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കണ്ണടച്ച് ആൻസർ പറയുന്ന, ഏതൊറക്കത്തിൽ ചോദിച്ചാലും ആൻസർ പറയുന്ന ഒരു ചോദ്യം, താൻ ഓപ്ഷൻസ് പോലും നോക്കണ്ട. പ്രകാശരശ്മി പ്രസത്തിലൂടെ കടന്നുപോയി അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നതിനെ പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് പഠിച്ചവരാണ് നമ്മൾ. പക്ഷേ നിർഭാഗ്യവശാൽ പ്രകീർണനം എന്ന ഉത്തരം ഓപ്ഷൻസിലില്ല. PSC നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു. പ്രകീർണനം എന്ന് പറയുന്ന ഉത്തരം ഓപ്ഷൻസിൽ തന്നില്ല. എന്ത് ചെയ്യും നമ്മൾ? അല്ലേ, നമ്മൾ നേരെ തപ്പി നോക്കുക, ABCD കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? PSC അങ്ങനെ നമ്മളെ പറ്റിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശരിയുത്തരം അവിടെ ഇല്ല എങ്കിൽ പിന്നെ ശരിയുത്തരത്തിന് അടുത്ത് വരുന്ന ഏതെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ അതങ്ങ് കറുപ്പിച്ചേക്കുക. അപ്പോൾ ചിലപ്പോൾ അതിന് നമുക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ശരിയുത്തരമില്ല എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം ക്യാൻസൽ ചെയ്ത് കളയാനും സാധ്യതയുണ്ട്. ഈ 2 സാധ്യതയാണ് PSC നമുക്ക് തരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ ചാൻസ് വെറുതെ കളയണ്ട. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ അപവർത്തനമുണ്ട്, പ്രതിഫലനമുണ്ട്, വിസരണമുണ്ട്, പൂർണ്ണാന്തര പ്രതിഫലനമുണ്ട്, 4 പ്രതിഭാസങ്ങളുമുണ്ട്. ആര് മാത്രമില്ല? പ്രകീർണനം മാത്രമില്ല. പ്രകീർണനത്തിന് കാരണമായ അപവർത്തനം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപവർത്തനത്തെ എടുക്കും. അപവർത്തനത്തെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ, ഏറ്റവും അനുയോജ്യമായ ഉത്തരം, ശരി ഉത്തരമല്ല, ഏറ്റവും അനുയോജ്യമായ ഉത്തരം എന്ന രീതിയിൽ നമ്മൾ ആരെ എടുക്കും? അപവർത്തനത്തെ എടുക്കും. കാരണം
പ്രകാശ പ്രകീർണനം എന്ന് പറഞ്ഞാൽ പ്രകാശം 7 ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നതാണ്. അങ്ങനെ പിരിയാൻ കാരണം പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നതാണ്. പ്രകാശത്തിലെ 7 ഘടകവർണ്ണങ്ങളുടെയും പാതാ വ്യതിയാനം സംഭവിക്കുന്നതാണ് അത് ഘടകവർണ്ണങ്ങളായിട്ട് പിരിയാൻ കാരണം. അപ്പോൾ അപവർത്തനമാണ് പ്രകീർണനത്തിന് കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അപവർത്തനം എടുത്തിട്ട് ഉത്തരമായിട്ട് എഴുതുന്നു. ഓപ്ഷൻ എ നമ്മൾ കറുപ്പിക്കുന്നു. ആ മാർക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം. ആ ചോദ്യം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാലും നമുക്കിവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഫിസിക്സ് 10ാം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രം ടെക്സ്റ്റ് ബുക്കിലെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അവിടുന്ന് വന്ന ചോദ്യമാണിത്. പ്രകാശ പ്രതിഭാസങ്ങൾ, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നുള്ളതിൽ പ്രകാശ പ്രതിഭാസങ്ങളിലെ പ്രകാശ പ്രകീർണനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. പ്രിസത്തിലൂടെ ലൈറ്റ് കടത്തിവിട്ട ന്യൂട്ടൺ അത് ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്നു എന്ന് നമുക്ക് കാണിച്ചു തന്നു. ആ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്ന സ്റ്റെപ്പിൽ ആദ്യം സംഭവിക്കുന്നത് പ്രകാശത്തിൻ്റെ പാത വളയുന്നതാണ്. അങ്ങനെ വളയുമ്പോൾ 7 ഘടകവർണ്ണങ്ങളും 7 തരത്തിൽ വളയുന്നത് കൊണ്ടാണ് അത് 7 ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. തരംഗദൈർഘ്യം വ്യത്യാസമുള്ള പ്രകാശം വ്യത്യസ്ത അളവിലാണ് വ്യതിയാനം സംഭവിക്കുന്നത് എന്നതുകൊണ്ടാണ് 7നെയും 7 തരത്തിൽ നമ്മൾ കണ്ടത്. വിബ്ജിയർ എന്നാണ് നമ്മൾ ആ 7 പേരെ വിളിച്ചത് എന്നൊക്കെ നമുക്കറിയാം. നന്നായിട്ട് വളയുന്നത് വയലറ്റ് ആണ്, ചെറുതായിട്ട് വളയുന്നത് റെഡ് ആണ്, ചുവപ്പാണ് എന്നുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകീർണനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രകീർണനത്തിന് കാരണമായ പാതാ വ്യതിയാനത്തെ സംബന്ധിച്ച് അതേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ പാതാ വ്യതിയാനം? അത് അപവർത്തനമാണ്. പ്രകാശം സാന്ദ്രതാ വ്യത്യാസമുള്ള മാധ്യമത്തിലൂടെ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാത വളയുന്നു, പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? അപവർത്തനമാണ്. അപവർത്തനത്തെക്കുറിച്ചും ഈ പ്രകീർണനത്തിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രകീർണനം തരാത്ത അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപവർത്തനത്തെ ശരിയുത്തരമായിട്ട്, അനുയോജ്യമായ ഉത്തരമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ എന്താ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട? വേറെ ഏതൊക്കെ പ്രകാശ പ്രതിഭാസങ്ങളിൽ നിന്ന് ചോദ്യം വരാം, മറ്റേതൊക്കെ പ്രകാശ പ്രതിഭാസങ്ങളിൽ നിന്ന് ചോദ്യം വരാം എന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ 5 പ്രകാശ പ്രതിഭാസങ്ങളിൽ നിന്നാണ് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രതിപതനം. വളരെ സിമ്പിളാണ്. പ്രതിപതനം, റിഫ്ലക്ഷൻ, പ്രതിഫലനം എന്നും ചിലപ്പോൾ പറയാറുണ്ട്. പ്രതിഫലനമാണ് നമ്മൾ അധികം ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. റിഫ്ലക്ഷൻ, പ്രകാശവും ഒരു ഉപരിതലത്തിൽ തട്ടി തിരിച്ചു വരിക. കണ്ണാടിയിൽ നടക്കുന്നത് പ്രതിപതനമാണ്. അപ്പോൾ ആലോചിക്കേണ്ടത് ഇതാണ്, കണ്ണാടികളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദർപ്പണം, കണ്ണാടിക്ക് ദർപ്പണം എന്ന് പറയും അല്ലേ, മിറർ, ദർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് ദർപ്പണത്തിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രതിപതനം, തട്ടി തിരിച്ചു വരിക. അപ്പോൾ ഈ തട്ടി തിരിച്ചു വരുന്നതിനൊരു നിയമമുണ്ട്, പ്രതിപതന നിയമം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? പ്രതിപതന നിയമം, തട്ടി തിരിച്ചു വരുന്നതിന്. എന്താണ് പ്രതിപതന നിയമം? ഒരു വസ്തുവിൽ ചെന്ന്, ഒരു സർഫസിൽ ചെന്ന് തട്ടി തിരിച്ചു വരുമ്പോൾ തട്ടുന്ന സമയത്ത് ഒരു പതന കോണുണ്ടാവും, തിരിച്ചു വരുന്ന സമയത്ത് അതിനൊരു പ്രതിപതന കോണുണ്ടാവും. ഐയും ആറും, പതന കോൺ ഐയും പ്രതിപതന കോൺ ആറും. I = 6 ആയിരിക്കും എന്ന് പറയുന്ന ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ്. I = 6 ആയിരിക്കും. ഇതാണ് പ്രതിപതന നിയമം. പ്രകാശം കണ്ണാടി പോലെയുള്ള ഒരു സ്മൂത്ത് സർഫസിൽ, ഉപരിതലത്തിൽ ചെന്ന് തട്ടി തിരിച്ചു വരുമ്പോൾ പ്രതിപതന നിയമം പാലിക്കുന്നു. അത് കോൺവെക്സ് കണ്ണാടിയിലും കോൺകേവ് കണ്ണാടിയിലും പരന്ന കണ്ണാടിയിലും ഒക്കെ, പ്ലെയിൻ മിറർ ഒക്കെ അങ്ങനെ തന്നെയാണ്. പ്രകാശം ചെന്ന് തട്ടി തിരിച്ചു വരുമ്പോൾ പ്രതിപതന നിയമം പാലിക്കും. എന്താ പ്രതിപതന നിയമം? പതന കോൺ സമം പ്രതിപതന കോൺ, പതന കോൺ I = പ്രതിപതന കോൺ R. ഇത് പാലിക്കും. ഇത് പ്രതിപതനത്തെക്കുറിച്ച് ഓർത്തു വയ്ക്കുക. അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട അപവർത്തനം. പ്രകാശ പ്രതിഭാസത്തിൽ അപവർത്തനമുണ്ട്. പ്രകാശത്തിൻ്റെ പാത വളഞ്ഞു കാണപ്പെടുന്നതിനാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. എന്താണ് ആ വളയാനുള്ള കാരണം? സാന്ദ്രതാ വ്യത്യാസം. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് പ്രകാശം വളയാൻ കാരണം. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അകത്തേക്ക് വളയും, വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് വരുമ്പോൾ പുറത്തേക്ക് വളയും. ഇത് രണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അകത്തേക്ക് വളയുക എന്ന് പറഞ്ഞാൽ ലംബത്തിനടുത്തേക്ക്, പുറത്തേക്ക് വളയുക എന്ന് പറഞ്ഞാൽ ലംബത്തിൽ നിന്ന് അകന്നു പോവും. സാന്ദ്രത കൂടുതലുള്ള മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ലംബത്തോട് അടുക്കും, സാന്ദ്രത കുറവുള്ള മാധ്യമത്തിലേക്ക് വരുമ്പോൾ ലംബത്തിൽ നിന്ന് അകന്നു പോവും. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇങ്ങനെ അപവർത്തനം നടക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ? പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് മാറ്റം വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. പ്രകാശത്തിൻ്റെ വേഗത മാറുന്നുണ്ട്. അപവർത്തനം നടക്കുന്ന സമയത്ത് വേഗതയ്ക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്.
എന്താണ് വേഗതയ്ക്ക് മാറ്റം സംഭവിക്കുന്നത്? സാന്ദ്രത കൂടുതലുള്ള മാധ്യമത്തിലേക്ക് കയറുമ്പോൾ സ്പീഡ് കുറയും. പ്രകാശം നല്ല സ്പീഡിൽ വന്നിട്ട് വായുവിലൂടെ സ്പീഡിൽ വന്നിട്ട് ഗ്ലാസ്സിലേക്ക് കയറുമ്പോൾ സ്പീഡ് കുറയും. ഗ്ലാസ്സിൽ നിന്ന് വജ്രത്തിലേക്ക് കയറുമ്പോൾ വീണ്ടും സ്പീഡ് കുറയും. അപ്പോൾ സാന്ദ്രത കൂടുതലുള്ള മാധ്യമത്തിലേക്ക് വരുമ്പോൾ സ്പീഡ് കുറയും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പാതാ വ്യതിയാനം കൊണ്ട് നമ്മുടെ ചുറ്റും എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്? ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഒരു പെൻസിൽ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ആ പെൻസിൽ വളഞ്ഞിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അത് അപവർത്തനം മൂലമാണ്. അതേപോലെ തന്നെ അമ്പ് ചെയ്ത് മത്സ്യം പിടിക്കുന്ന ആളുകൾ മത്സ്യത്തെ കാണുന്ന പൊസിഷനിൽ നിന്ന് അല്പം താഴെയാണ് അമ്പ് ചെയ്യുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? വെള്ളത്തിൽ നിന്ന് മത്സ്യത്തെ കാണുന്ന യഥാർത്ഥ പൊസിഷനിലല്ല, യഥാർത്ഥ സ്ഥാനത്തല്ല, കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ കാണുക. അപവർത്തനം മൂലം, പ്രകാശരശ്മി വളയുന്നത് മൂലം. അപ്പോൾ ഈ പ്രകാശരശ്മി വളയുന്നത് മൂലം ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ ഒരെണ്ണമാണ് മറ്റൊരു പ്രകാശ പ്രതിഭാസമായ പൂർണ്ണ ആന്തര പ്രതിപതനം. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, പൂർണ്ണ ആന്തര പ്രതിപതനം. അപവർത്തനം ഒരു പ്രത്യേക സമയത്ത് എന്തായിട്ട് മാറും? പൂർണ്ണ ആന്തര പ്രതിപതനമായിട്ട് മാറും. എപ്പോഴാണ് അത് മാറുക എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപവർത്തനം പൂർണ്ണ ആന്തര പ്രതിപതനമാവുന്നത് 2 കണ്ടീഷൻസ് വരുമ്പോഴാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, 2 കണ്ടീഷൻ. ഒന്ന്, സാന്ദ്രത കൂടുതലുള്ള മാധ്യമത്തിൽ നിന്ന് കുറവുള്ള മാധ്യമത്തിലേക്ക് പോകാൻ പ്രകാശം ശ്രമിക്കുമ്പോൾ, ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക്, ഇങ്ങനെ മനസ്സിൽ വയ്ക്കുക, ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ, കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ, ഇതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ക്രിട്ടിക്കൽ കോണിന് മുകളിൽ പതന കോൺ വരുമ്പോൾ. ക്രിട്ടിക്കൽ കോണാണ് പൂർണ്ണ ആന്തര പ്രതിപതനം തീരുമാനിക്കുന്നത്. ക്രിട്ടിക്കൽ കോണിന് മുകളിൽ എന്ത് വരണം? പതന കോൺ വരണം. എങ്കിൽ മാത്രമാണ് പൂർണ്ണ ആന്തര പ്രതിപതനം നടക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു മാധ്യമത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നോക്കുന്ന പ്രകാശരശ്മി, ഇങ്ങനെ പോകാൻ നോക്കുന്ന പ്രകാശരശ്മി പുറത്തേക്ക് പോവാതെ അകത്തേക്ക് തന്നെ പ്രതിപദിക്കുന്നതിന് പറയുന്ന പേരാണ് പൂർണ്ണ ആന്തര പ്രതിപതനം. അപ്പോൾ സാന്ദ്രത കൂടുതലുള്ള മാധ്യമത്തിൽ നിന്ന് കുറവുള്ള മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിന് മുകളിലുള്ള കോണളവിൽ പതിക്കുന്ന പ്രകാശരശ്മി ആ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപദിക്കുന്നതിന് പറയുന്ന പേരാണ് പൂർണ്ണ ആന്തര പ്രതിപതനം. ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ചോദ്യം പൂർണ്ണ ആന്തര പ്രതിപതനത്തിൽ നിന്ന് വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും അറിയോ? ഒരു ഉദാഹരണം തന്നിട്ടാവും. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണ ആന്തര പ്രതിപതനം. മരീചിക ഉണ്ടാവാനുള്ള കാരണം മരുഭൂമിയിൽ പൂർണ്ണ ആന്തര പ്രതിപതനം. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ്? ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ഫൈബറാണ്. അതിനകത്തേക്ക് പ്രകാശം കടത്തിവിടും. അത് മറ്റേ അറ്റത്തേക്ക് ഓടിപ്പോവും. ഇതിനിടയിലൊന്നും അതിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം അത് അതിനകത്ത് ലോക്കായി പോവും. പ്രകാശം ആ ഫൈബർ കേബിളിനകത്ത് ലോക്കായി പോവും. എന്തുകൊണ്ടാണ് ലോക്കായി പോകുന്നത്? പൂർണ്ണ ആന്തര പ്രതിപതനം കാരണം. പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാ? പൂർണ്ണ ആന്തര പ്രതിപതനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകീർണനമാണ് അടുത്ത പ്രതിഭാസം. പ്രകീർണനം എന്താ? പ്രകീർണനം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുക. പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയും. പ്രകൃതിയിലാണെങ്കിൽ മഴത്തുള്ളിക്ക് അകത്ത് വെച്ച് ഘടകവർണ്ണങ്ങളായിട്ട് പിരിയും. അതിനെ നമ്മൾ മഴവില്ലെന്ന് വിളിക്കും. അപ്പോൾ മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാ? പ്രകീർണനം. ശരിയല്ലേ? ഈ പ്രിസമാണ്, പ്രകൃതിയിലെ പ്രിസമാണ് മഴത്തുള്ളികൾ. മഴത്തുള്ളികൾക്ക് അകത്ത് വെച്ചിട്ട് അത് ഘടകവർണ്ണങ്ങളായിട്ട് പിരിയും. അതിനെ നമ്മൾ പ്രകീർണനം എന്ന് പറയും. ആ ഉണ്ടാവുന്ന കാഴ്ചയെ, ആ വിസ്മയ കാഴ്ചയെ നമ്മൾ മഴവില്ലെന്ന് വിളിക്കും. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുന്നതാണ് മഴവില്ലായിട്ട് കാണപ്പെടുന്നത്. പ്രകീർണനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. മഴവില്ലിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. മഴവില്ലിൻ്റെ മുകളിൽ കാണപ്പെടുന്ന നിറം ചുവപ്പ്, താഴെ കാണപ്പെടുന്ന നിറം വയലറ്റ്, അല്ലേ? മഴവില്ല് എന്തുകൊണ്ടാണ് ആർക്ക് ഷേപ്പിൽ വളഞ്ഞിരിക്കാൻ കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വിസരണമാണ് അടുത്ത പ്രകാശ പ്രതിഭാസം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിസരണം. സ്കാറ്ററിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ചിതറിത്തെറിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലോർക്കുക. പ്രകാശത്തിൻ്റെ ഘടകവർണ്ണങ്ങൾ അവർ 7 പേരാണ്. 7 പേരിൽ ശക്തി കുറഞ്ഞവർ ചിതറിത്തെറിക്കും. കുറേ ദൂരയാത്ര പോവുകയാണ്. 7 പേരും കൂടെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ഒരു മാധ്യമത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിൽ ശക്തി കുറഞ്ഞ ആളുകൾ ആ മാധ്യമത്തിലെ കണികകളിൽ തട്ടിച്ചിതറും. അതാണ് വിസരണം. ആരാ ശക്തി കുറഞ്ഞവര്? തരംഗദൈർഘ്യം കുറഞ്ഞവര്. ആരാ അവര്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലെയുള്ള ആളുകൾ. വിബ്ജിയർ എന്ന് എഴുതുമ്പോൾ തുടക്കത്തിലുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെയാണ് തരംഗദൈർഘ്യം കുറഞ്ഞവർ, കുഞ്ഞുങ്ങൾ. അവര് തട്ടിത്തടഞ്ഞു വീഴും.
ദൂരയാത്ര പോകുമ്പോൾ കുഞ്ഞുങ്ങൾ എന്താണ്, തട്ടിത്തടഞ്ഞു വീഴും. എന്നാൽ ശക്തിയുള്ള മുതിർന്നവർ അല്ലെ, ആരോഗ്യമുള്ളവർ, അവർ തരംഗദൈർഘ്യം കൂടുതലുള്ളവർ, അവർ എത്തും, കൂടുതൽ ദൂരമെത്തും, ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പോൾ ചുവപ്പ് തൊട്ടടുത്തുള്ള ഓറഞ്ചും യെല്ലോയും ഒക്കെ എന്ത് ചെയ്യും, ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പോൾ ഇതിനാണ് വിസരണം എന്ന് പറയുന്നത്. അതായത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശ തരംഗങ്ങൾ മാധ്യമത്തിലെ കണികകളിൽ തട്ടി ചിതറുന്നതിന് പറയുന്ന പേരാണ് വിസരണം. ആരാണ് ചിതറുന്നത്? തരംഗദൈർഘ്യം കുറവുള്ളവർ. ആരാണ് കൂടുതൽ ദൂരം പോകുന്നത്? തരംഗദൈർഘ്യം കൂടുതലുള്ളവർ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതുകൊണ്ടുള്ള മായ കാഴ്ചകൾ എന്തൊക്കെയാണ്? പ്രകൃതിയിൽ വിസരണം കൊണ്ടുണ്ടാവുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒന്ന്, നീലാകാശം, നീലക്കടൽ, ചുവന്ന സൂര്യൻ. ഇത്രയും ആലോചിച്ചാൽ മതി. നീലാകാശം എങ്ങനെയാണ് ആകാശം നീല നിറത്തിൽ കാണുന്നത്? ആകാശത്തിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലെയുള്ള നിറങ്ങൾ ചെതറിത്തെറിച്ച് കിടക്കുമ്പോഴാണ് നമ്മൾ ആകാശത്തെ നീല നിറത്തിൽ കാണുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷമാണ്. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കണികകളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, വായു തന്മാത്രകളുണ്ട്. അവിടെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ പോലെയുള്ള നിറങ്ങൾ ചെതറിത്തെറിച്ച് കിടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ നീല നിറത്തിൽ കാണുന്നത്. അതേപോലെ കടലിലുള്ള ജലകണികകളിൽ, ഉപ്പ് കണികകളിലൊക്കെ തട്ടി പ്രകാശം ചിതറിത്തെറിച്ച് കിടക്കുമ്പോൾ നമ്മൾ ചിതറിത്തെറിച്ച് കിടക്കുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഒക്കെ ചേർന്നിട്ട് ഒരു നീല നിറം. ആ നീല നിറത്തിൽ കടലിനെ കാണും. നീലക്കടൽ, നീലാകാശം. അതേപോലെ ചുവന്ന സൂര്യൻ. എപ്പോഴാണ് ചുവന്ന സൂര്യനെ കാണുന്നത്? രാവിലെയും വൈകുന്നേരവും അല്ലേ? സൺസെറ്റും സൺറൈസും, സൂര്യോദയവും സൂര്യാസ്തമയവും. ആ സമയത്ത് നമ്മൾ ചുവന്ന സൂര്യനെ കാണാനുള്ള കാരണം, ആ സമയത്ത് സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യൻ ആ സമയത്ത് നമ്മളിൽ നിന്ന് വളരെ അകലെയാണ്. രാവിലെയും വൈകുന്നേരവും, നട്ടുച്ച സമയത്ത് തൊട്ടടുത്ത, എന്നാൽ രാവിലെയും വൈകുന്നേരവും ഒരുപാട് അകലെയാണ്. ഈ അകലെയുള്ള സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞവരൊക്കെ ചെതറിത്തെറിച്ചു പോവും അന്തരീക്ഷത്തിൽ വെച്ചിട്ട്. ബാക്കി നമ്മുടെ കണ്ണിലെത്തുന്നത് റെഡിനോട് ചേർന്ന് വരുക. റെഡിന് തൊട്ടടുത്തുള്ള ഓറഞ്ചും യെല്ലോയും ഒക്കെയാണ് നമ്മുടെ കണ്ണിലെത്തുക. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കുങ്കുമ നിറത്തിലാണ് നമ്മൾ കാണുക. അതുകൊണ്ടാണ് സൂര്യനെ നമ്മളെ കുങ്കുമ നിറത്തിൽ, അല്ലേ, ചുവന്നു തുടുത്ത നിറത്തിൽ നമ്മൾ സൂര്യനെ കാണുന്നത്. കുരുതിക്കിണ്ണം തട്ടിമറിച്ചതുപോലെ എന്നൊക്കെ കവികൾ പറയുന്നുണ്ട് അസ്തമയ സൂര്യനെ കുറിച്ച്. ആകാശച്ചെരുവിൽ ആരോ കുരുതിക്കിണ്ണം തട്ടിമറിച്ച് ചോര ചെതറിക്കിടക്കുന്ന പോലെയുള്ള നിറത്തിൽ സൂര്യനെ കാണാൻ കാരണം വിസരണമാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പ്രകാശ പ്രതിഭാസങ്ങൾ മറന്നു പോകരുത്. ഇനിയും ചോദ്യം വരും. അടുത്ത ചോദ്യം, ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ലോ ഓഫ് ഇനേഷ്യ ഇംഗ്ലീഷിലാണ് തന്നത് അല്ലേ? നമ്മൾ മലയാളത്തിൽ ജഡത്വം എന്നൊക്കെ പഠിച്ചു പോയേക്കോ കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അതേണ്ട ലോ ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞ് PSC പറഞ്ഞേക്കുന്നു. ജഡത്വം അല്ലെങ്കിൽ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? പഠിച്ചിട്ടുള്ളവർ, നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്തായാലും ആൻസർ ചെയ്തിട്ടുണ്ടാവും. കാരണം ചലന നിയമങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒന്നാം നിയമം പറയുമ്പോൾ ഉറപ്പായും പറയും ജഡത്വം എന്ന് പറയുന്ന വാക്ക്. ഇനേഷ്യ, ജഡത്വം എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ ഇനേഷ്യ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉറപ്പായും പറഞ്ഞു കാണും. കാരണം നമ്മുടെ ക്ലാസ്സുകളിൽ ടെക്നിക്കൽ ടേംസ് മലയാളം വരുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് അപ്പോൾ തന്നെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാറുണ്ട് എൻട്രിയുടെ ക്ലാസ്സുകളിൽ. കാരണം ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്ന സുഹൃത്തുക്കൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാലേ ഓർമ്മ വരൂ എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താ? ഇപ്പോൾ നോക്കൂ, പരീക്ഷാ പേപ്പറിൽ ലോ ഓഫ് ഇനേഷ്യ എന്ന് വന്നു. ജഡത്വ നിയമം എന്ന് അവർ ചോദിച്ചില്ല, ലോ ഓഫ് ഇനേഷ്യ എന്ന് ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചു. എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം, ജഡത്വത്തെക്കുറിച്ച് പറയുന്ന ചലന നിയമം. ഇതിലൊരു രഹസ്യമുള്ളത്, ഇത് ന്യൂട്ടൻ്റെ നിയമമൊന്നും അല്ല ശരിക്കും ഈ ജഡത്വ നിയമം. ഗലീലിയോ ആണ് ലോ ഓഫ് ഇനേഷ്യ കൊണ്ടുവന്നത്. ഗലീലിയോയുടെ ജഡത്വ നിയമം, ജഡത്വത്തെക്കുറിച്ച് പറഞ്ഞ ആ സംഗതി എടുത്തിട്ട് ന്യൂട്ടൻ തൻ്റെ ഒന്നാം ചലന നിയമമാക്കി മോഡിഫൈ ചെയ്തു. അപ്പോൾ ഗലീലിയോയുടെ ജഡത്വ നിയമമാണ് എന്തായി മാറിയത്? ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമമായിട്ട് മാറിയത്. അപ്പോൾ ലോ ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ ജഡത്വ നിയമം, ജഡത്വത്തെക്കുറിച്ച് പറയുന്ന നിയമം എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാ? ഒന്നാം ചലന നിയമം. ന്യൂട്ടന് 3 ചലന നിയമമുണ്ട്. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ചലനവും ചലന നിയമങ്ങളും പേജ് 47-48 ഒന്നാം ചലന നിയമമുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് 2ഉം 3ഉം നിയമങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, നോക്കണം. 9ാം ക്ലാസ്സിലെ ഫിസിക്സ് ഊർജ്ജതന്ത്രം ടെക്സ്റ്റ് ബുക്ക് ചലനവും ചലന നിയമങ്ങളും, അതിൽ നിന്നാണ് ഈ ചോദ്യം, ഇപ്പോൾ ചോദിച്ച ചോദ്യം വന്നിരിക്കുന്നത്. അതിൽ ഒരൊറ്റ പേജിൽ 47ാമത്തെ പേജിൽ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമവും ഗലീലിയോയുടെ ജഡത്വത്തെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പറയുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം. നമ്മൾ ഇപ്പോൾ ന്യൂട്ടൻ്റെ ചില നിയമങ്ങൾ വളരെ പെട്ടെന്നൊന്ന് ഓർക്കാൻ പോവുകയാണ്. ന്യൂട്ടൻ്റെ നിയമം ചോദ്യമായിട്ട് വന്നതുകൊണ്ട് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ 1
2, 3. പിന്നെ ന്യൂട്ടൻ്റെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന സാർവത്രിക ഗുരുത്വാകർഷണ നിയമം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, 4. ഇങ്ങനെ 4 നിയമങ്ങളാണ് പ്രധാനമായും ന്യൂട്ടൻ്റെ നമുക്ക് പഠിക്കാനുള്ളത്, ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളത്. ഇതല്ലാതെ ന്യൂട്ടൺ പല സ്ഥലത്തും, ഇപ്പോൾ തൊട്ടുമുമ്പ് നമ്മൾ പ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ ന്യൂട്ടൺ ഉണ്ട്. ആ പ്രിസത്തിലൂടെ കടത്തിവിട്ടത് ന്യൂട്ടനാണ്. അപ്പോൾ അവിടെയൊക്കെ ന്യൂട്ടൺ ഉണ്ട്. നിയമങ്ങളായിട്ട് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഈ 4 എണ്ണേ ഉള്ളൂ ന്യൂട്ടൻ്റെ. അതിൽ 3 എണ്ണവും ചലന നിയമമാണ്. അതിൽ നിന്ന് ഇനി എന്തൊക്കെ ചോദ്യം ചോദിക്കാം? ഒന്നിപ്പോൾ ഒന്നാം ചലന നിയമത്തെക്കുറിച്ച് ചോദിച്ചു. ജഡത്വത്തെക്കുറിച്ച് പറയുന്ന ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന നിയമമാണ് ഒന്നാം ചലന നിയമം. 2, ബലത്തെ നിർവചിച്ചു. ബലത്തിന് നിർവചനം കൊടുത്തു, ഡെഫിനിഷൻ കൊടുത്തു. നിർവചനം കൊടുത്തത് ഒന്നാം ചലന നിയമമാണ്. ബലത്തിന് നിർവചനം കൊടുത്തത് ഒന്നാം ചലന നിയമമാണ്. എന്താ ഒന്നാം ചലന നിയമം പറയുന്നത്? ഒരു വസ്തു നിശ്ചലാവസ്ഥയിലോ അതിൻ്റെ നേർരേഖാ സമചലനത്തിലോ ഇരിക്കുമ്പോൾ അതിന് അസന്തുലിത ബാഹ്യബലം കൊടുത്തില്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ഇങ്ങനെ ഒന്നാം ചലന നിയമം പറയുന്നത്. ഒരു വസ്തു ഇപ്പം എന്താണോ ചെയ്യുന്നത് അവിടെ തന്നെ ഇരിക്കും, അതിന് ബലം കൊടുത്തില്ലെങ്കിൽ. വളരെ സിമ്പിളാണ്. ഒരു വസ്തുവിന് സ്വന്തമായിട്ട് അതിൻ്റെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഒരു വസ്തു സ്വന്തമായിട്ട് അതിൻ്റെ ചലനാവസ്ഥയിൽ നിന്ന് മാറുകയോ നിശ്ചലാവസ്ഥയിൽ നിന്ന് മാറുകയോ ചെയ്യില്ല. അതിനെന്ത് വേണം? അതിന് പുറത്ത് നിന്നൊരു അസന്തുലിത ബലം കൊടുക്കണം, അസന്തുലിത ബാഹ്യബലം കൊടുക്കണം എന്ന് പറയുന്നതാണ് ഒന്നാം ചലന നിയമം. ഓർമ്മയില്ലേ? അതിൽ ഒരു വസ്തു ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അതിൽ തന്നെ തുടരും എന്ന് പറയുന്നതിനാണ് ജഡത്വം എന്ന് പറയുന്നത്. അതിൽ തന്നെ തുടരാനുള്ള പ്രവണതയെ വിളിക്കുന്ന പേരാണെന്ത്? ജഡത്വം. നിശ്ചലാവസ്ഥയിൽ തുടരുന്നത് നിശ്ചല ജഡത്വം, ചലനാവസ്ഥയിൽ നേർരേഖാ സമചലനത്തിൽ തുടരുന്നത് ചലന ജഡത്വം, അതിൽ തന്നെ നേർരേഖയിൽ തുടരുന്നത് ദിശാജഡത്വം. ഒരേ ദിശയിൽ തന്നെ തുടരാനുള്ള ശ്രമം എന്താണ്? അതിൻ്റെ ദിശാജഡത്വം. ഇങ്ങനെ പലതരം ജഡത്വമുണ്ട്. ജഡത്വത്തെക്കുറിച്ച് പറയുന്നത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. അപ്പോൾ ചോദ്യങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുക. ബലത്തിന് നിർവചനം കൊടുത്തത് ഒന്നാം ചലന നിയമം. എന്താ ഒന്നാം ചലന നിയമം അനുസരിച്ച് ബലത്തിൻ്റെ നിർവചനം എന്താ? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കുന്നതിനോ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ വേഗതയിലോ ദിശയിലോ മാറ്റം വരുത്തുന്നതിനോ നമ്മൾ ആ വസ്തുവിന് കൊടുക്കുന്നതെന്തോ അതാണ് ബലം. ഒന്നാം ചലന നിയമം ഒന്ന് തിരിച്ചു വെച്ചിരിക്കുക. ബലം കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ഒന്നാം ചലന നിയമം പറയുന്നത്. ബലം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ എന്താണ് ബലം എന്ന് ചോദിച്ചാൽ നേരെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിങ്ങ് തിരിച്ചു വയ്ക്കും. എന്താ പറയുന്നത്? ഇതൊക്കെ സംഭവിക്കാൻ എന്താണോ കൊടുക്കുന്നത് അതാണ് ബലം. എന്താ? നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലിപ്പിക്കാൻ, ചലിക്കുന്ന വസ്തുവിനെ നിർത്തുന്നതിനോ വേഗത മാറ്റുന്നതിനോ ദിശ മാറ്റുന്നതിനോ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് ബലം എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമമാണ്. ഇത്രയും ചോദ്യങ്ങൾ അവിടുന്ന് പ്രതീക്ഷിക്കാം. രണ്ടാം ചലന നിയമത്തിലേക്ക് വന്നാൽ ശ്രദ്ധിക്കുക. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തിലേക്ക് വന്നാൽ ഇതാണ് ഓർക്കേണ്ടത്. F=ma. ബലത്തിൻ്റെ സമവാക്യം തന്നത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇനി മനസ്സിൽ വന്നില്ലെങ്കിലും ഇത് ഓർക്കുക. F=ma എന്ന് ഓർക്കുക. ഇതുണ്ടായത് രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ്. അപ്പോൾ ബലത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ, ബലത്തിൻ്റെ അളവ് കണക്കാക്കാൻ നമ്മളെ സഹായിക്കുന്ന ചലന നിയമം ഏതാ? രണ്ടാം ചലന നിയമമാണ്. എന്താ രണ്ടാം ചലന നിയമം പറയുന്നത്? 2 അളവുകളെക്കുറിച്ചാണ് പറയുന്നത്. ആ 2 അളവുകൾ അനുപാതത്തിലാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓർത്താൽ മതി. 2 അളവുകൾ അവർ തമ്മിൽ അനുപാതത്തിലാണ്. ഇതാണ് രണ്ടാം ചലന നിയമം. ഏതാ ഈ 2 അളവുകൾ? ഒന്ന് എഫ്. ഇപ്പോൾ എഴുതിയിരിക്കുന്ന F=ma എന്ന് എഴുതിയില്ലേ? അതിലെ എഫ് ആണ് ഒന്ന്. എഫ് എന്താ? ബലം, ഫോഴ്സ്, ബലം. ഏത് ബലം? അസന്തുലിത ബാഹ്യബലം. അങ്ങനെ തന്നെ പറയണം. ഏതേലും ബലം കിട്ടിയിട്ട് കാര്യമില്ല. അസന്തുലിതമായ ബാഹ്യബലം വേണം. അസന്തുലിതമായ ആന്തരിക ബലം പറ്റില്ല. സന്തുലിതമായ ബാഹ്യബലം പറ്റില്ല. സന്തുലിതമായ ആന്തരിക ബലം പറ്റില്ല. ഏത് തന്നെ വേണം? അസന്തുലിത ബാഹ്യബലം വേണം. അസന്തുലിത ബാഹ്യബലം ഒരാൾ. ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് രണ്ടാമത്തെ ആൾ. എന്താ പേര്? ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക്. അതാണ് എം എ. ഇവിടെ എം എ എന്ന് എഴുതിയിരിക്കുന്നത് ഈ ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്കിനെ ചുരുക്കി എം എ എന്ന് പറയുന്ന 2 വാക്കിൽ ഒതുക്കിയിരിക്കുവാണ്. ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക്, അസന്തുലിത ബാഹ്യബലം, ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക്. ഇവർ തമ്മിൽ അനുപാതത്തിലായിരിക്കും. ഇതാണ് രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് അതിലെ അസന്തുലിത ബാഹ്യബലത്തിന് അനുപാതത്തിലായിരിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം. ഈ അസന്തുലിത ബാഹ്യബലം ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്കിന് അനുപാതത്തിലായിരിക്കും. അതിനെ സമവാക്യത്തിലേക്ക് മാറ്റിയതാണ് F=ma. F=ma. F എന്ന് പറഞ്ഞാൽ ബലം,
എം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ മാസ്, എ എന്ന് പറഞ്ഞാൽ ത്വരണം. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എം മാസുള്ള ഒരു വസ്തുവിൽ എഫ് ബലം കൊടുത്താൽ അതിനൊരു ത്വരണം ഉണ്ടാവും, എ എന്ന് പറയുന്ന ത്വരണം ഉണ്ടാവും. ഒരു വസ്തു എം മാസുള്ള ഒരു വസ്തു, അത് ചലിക്കുകയാണോ ഇരിക്കുകയാണോ എന്തായാലും കുഴപ്പമില്ല, അതിൽ നമ്മളൊരു ബലം പുറത്തുനിന്ന് കൊടുത്താൽ അതിന് ത്വരണം ഉണ്ടാവും. എത്രയാണ് ആ ത്വരണം? എ. കാര്യം മനസ്സിലായോ? അപ്പോൾ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലിരിക്കുമ്പോൾ അതിനൊരു ബലം കൊടുത്താൽ അതിന് ത്വരണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ചലിച്ചു തുടങ്ങും. ഒരേ വേഗതയിൽ പോകുന്ന വസ്തുവിന് ബലം കൊടുത്താൽ അതിന് ത്വരണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? വേഗത മാറും. വേഗത മാറുന്നതിനാണ് എന്ത് പേര് പറയുക? ത്വരണം എന്ന് പറയുന്നത്. വേഗതയിലുണ്ടാവുന്ന മാറ്റം പ്രവേഗ മാറ്റമാണ് ത്വരണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാം ചലന നിയമം ത്വരണത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ എന്തിനെക്കുറിച്ച് പറയുന്നു? പ്രവേഗ മാറ്റത്തെക്കുറിച്ച് പറയുന്നു, അല്ലേ? അതിനുണ്ടാവുന്ന ബലം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ച് പറയുന്നു. ബലം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് സമവാക്യം തരുന്നു. ഇതൊക്കെയാണ് അവിടെ ആലോചിക്കേണ്ടത്, ചോദ്യം വരുന്നത്. മൂന്നാം ചലന നിയമം, അല്ലെ, ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. മൂന്നാം ചലന നിയമം എല്ലാവർക്കും അറിയാം. കൊടുത്താൽ തിരിച്ചു കിട്ടും. ഏത് പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവൃത്തി ഉണ്ട്. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും എന്ന് പറയുന്ന നമ്മൾ മനസ്സിൽ പഠിച്ചിട്ടുള്ള ആ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ചില ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏതൊക്കെയാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് അങ്ങനെ വരും. കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ട് എന്തൊക്കെയാണ്? റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്, ബലൂണ് കാറ്റഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് പറന്നു പോകുന്നത്, തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോൾ തോണി പുറകിലേക്കും ആൾ മുന്നിലേക്കും വരുന്നത്, നമ്മൾ നീന്തുന്ന സമയത്ത് പുറകോട്ട് തുഴയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്, ഒക്കെ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ളതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രവർത്തനം നമുക്ക് എക്സാമ്പിളായിട്ട് തന്നാൽ അതിൽ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ഉണ്ടോ എന്നറിയാൻ അതിൽ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും. ഇപ്പോൾ ഒരാൾ നീന്തുന്നു, അയാൾ കൈ വെച്ച് വെള്ളത്തിനെ പുറകോട്ട് തള്ളുന്നതാണ് പ്രവർത്തനം, ശരിയല്ലേ? ആദ്യം ചെയ്യുന്നത് എന്താ? കൈ വെച്ച് വെള്ളത്തെ പുറകോട്ട് തള്ളുക, അത് പ്രവർത്തനം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളം തിരിച്ച് അയാളെ മുന്നോട്ട് തള്ളുന്നു, ഇത് പ്രതിപ്രവർത്തനം. അപ്പോൾ അവിടെ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ഉണ്ട്. റോക്കറ്റ് മുകളിലോട്ട് പോകുന്നു, റോക്കറ്റിൻ്റെ അതിശക്തമായ വായുപ്രവാഹം താഴോട്ട് വന്ന് അന്തരീക്ഷത്തെ താഴോട്ട് തള്ളുന്നു, അന്തരീക്ഷം റോക്കറ്റിനെ തിരിച്ച് മുകളിലോട്ട് തള്ളുന്നു. ഇപ്പോൾ പ്രവർത്തനം താഴോട്ട്, പ്രതിപ്രവർത്തനം മുകളിലോട്ട്, ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതിൽ തന്നെ എന്തുകൊണ്ട് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിട്ടും ക്യാൻസലായി പോകുന്നില്ല? തുല്യവും വിപരീതവുമായ ബലങ്ങൾ ക്യാൻസലായി പോകണം, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ക്യാൻസലായി പോകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ രണ്ട് ബലങ്ങളും രണ്ട് വ്യത്യസ്ത വസ്തുക്കളിലാണ് സംഭവിക്കുന്നത്. ഒരാൾ ബോട്ടിൽ നിന്ന് കരയിലേക്ക് ചാടുന്നു, ബോട്ടിൽ കാല് അമർത്തി ചവിട്ടി ബോട്ടിനെ പുറകോട്ട് തള്ളുന്നു, അതാണ് പ്രവർത്തനം. ആ ബലം ബോട്ടിലാണ് അനുഭവപ്പെടുക, ശരിയല്ലേ? അയാൾക്ക് ബോട്ട് തിരിച്ചൊരു ബലം കൊടുക്കുന്നു അയാളുടെ കാലിലേക്ക്, ആ ബലം അയാളുടെ കാലിലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ പ്രവർത്തനം ബോട്ടിലും പ്രതിപ്രവർത്തനം കാലിലും, അപ്പോൾ രണ്ടും രണ്ട് വസ്തുവിലാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അവ തമ്മിൽ ക്യാൻസൽ ആവില്ല. പ്രവർത്തനം ഒരാൾക്ക് കിട്ടും, പ്രതിപ്രവർത്തനം മറ്റൊരാൾക്ക് കിട്ടും. ബോൾ എടുത്തിട്ട് ചുമരിലേക്ക് എറിഞ്ഞാൽ ബലം അനുഭവപ്പെടുന്നത്, പ്രവർത്തനം അനുഭവപ്പെടുന്നത് ചുമരിൽ, തിരിച്ച് പ്രതിപ്രവർത്തനം അനുഭവപ്പെടുന്നത് ബോളിലാണ്. അതുകൊണ്ട് അവർ തമ്മിൽ ക്യാൻസലായി പോവില്ല. അതും ശ്രദ്ധിക്കുക, ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ നിയമമുണ്ട്. ഗുരുത്വാകർഷണ നിയമം, സാർവത്രിക ഗുരുത്വാകർഷണ നിയമം എന്നാ പറയുക. ഏത് രണ്ട് വസ്തുക്കളും, ലോകത്തെ പ്രപഞ്ചത്തിലെ ഏത് രണ്ട് വസ്തുക്കളും, M1 M2 മാസുള്ള രണ്ട് വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളും, അതിൻ്റെ ഇടയിലുള്ള അകലം പ്രശ്നമല്ല, ആ വസ്തുക്കളിൽ വലുതേതാ ചെറുതേതാ അതൊന്നും പ്രശ്നമല്ല, അവർ പരസ്പരം ആകർഷിക്കപ്പെടുന്നു എന്നൊരു നിയമം പറയുന്നുണ്ട് ന്യൂട്ടൻ. അതനുസരിച്ച് ആ ഭൂമിക്ക് ചുറ്റുമുള്ള വസ്തുക്കളെയൊക്കെ ആകർഷിക്കുന്നത്, നമ്മളെയൊക്കെ ഗുരുത്വാകർഷണ ബലം മൂലം പിടിച്ചു വെച്ചിരിക്കുന്നത് ന്യൂട്ടൻ്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം വെച്ചാൽ. അങ്ങനെയാണ് സൂര്യൻ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് അതിൻ്റെ ചുറ്റും കറക്കിക്കൊണ്ടിരിക്കുന്നത് ഗുരുത്വാകർഷണ ബലം മൂലമാണ്. അങ്ങനെ ഒരു നിയമമുണ്ട് ന്യൂട്ടൻ്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. അതും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു എന്ന് പറയുന്ന ആ നിയമവും ഒന്ന് ഈ കൂട്ടത്തിൽ ഓർത്തു വയ്ക്കുക.
അപ്പോൾ ന്യൂട്ടനെ മറക്കരുത്. ഫിസിക്സ് പഠിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ഐസക് ന്യൂട്ടനെ മറന്നു പോവരുത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഫിസിക്സിൻ്റെ ചോദ്യപേപ്പറിലെ മൂന്നാമത്തെ ചോദ്യം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ഈ ചോദ്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ്. ഈ തൊട്ടു മുൻപത്തെ ഘട്ടത്തിലെ ചോദ്യപേപ്പറിൽ ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തന തത്വം ചോദിച്ചിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞു, പാസ്കൽ നിയമം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഇനിയും ചോദിക്കാം, ഇതേ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനൊരു വാക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു. ഹൈഡ്രോളിക് എന്ന വാക്ക് വെച്ച് എന്തിൻ്റെ പ്രവർത്തന തത്വം ചോദിച്ചാലും പാസ്കലാണ്. ആരാണ്? പാസ്കൽസ് നിയമമാണ്. അവിടെ ഹൈഡ്രോളിക് ജാക്ക് ചോദിച്ചു, ഇവിടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ചോദിച്ചു. അടുത്തത് ചിലപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ JCB പോലെയുള്ള യന്ത്രങ്ങൾ, യന്ത്രക്കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ മെഷീനുകൾ. അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടതെന്നറിയോ? ഏതെങ്കിലും ഒരു മെഷീൻ, ഒരു യന്ത്രം, അതിൻ്റെ ഒരറ്റത്ത് ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ മറ്റേ അറ്റത്ത് അത് വലിയ ബലമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുക ചെയ്യുന്നത്. ഒരറ്റത്ത് ചെറിയൊരു കുഞ്ഞു ബലം കൊടുക്കുന്നു, ഒരു ലിവർ പിടിച്ച് തിരിക്കുമ്പോൾ മറ്റേ അറ്റത്ത് വലിയൊരു യന്ത്രക്കൈ വലിയൊരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഹൈഡ്രോളിക് മെക്കാനിസം വെച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് പാസ്കൽ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് പാസ്കൽ നിയമപ്രകാരമാണ്. നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസിൽ ആർക്കിമിഡീസ് തത്വമുണ്ട്, ബെർണോളീസ് തത്വമുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ഇത് ഏത് ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത്? ഊർജ്ജതന്ത്രം 9ാം ക്ലാസ്, ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന്. 9ാം ക്ലാസ്സിലെ ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നല്ല കളർഫുൾ ചിത്രങ്ങൾ സഹിതം പാസ്കൽ നിയമം നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ F1 എന്ന് പറയുന്ന ബലം കൊടുക്കുന്നത് ചെറിയൊരു ചെറിയ വായുവട്ടമുള്ള ഭാഗത്താണ്. എന്നാൽ കാർ ഇരിക്കുന്നത് വലിയ വാവട്ടമുള്ള ഭാഗത്താണ്. ചെറിയ വാവട്ടമുള്ള ഭാഗത്ത് ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ വലിയ ഭാഗത്തിരിക്കുന്ന കാറ് വലിയ ബലത്തിൽ മുകളിലോട്ട് പൊങ്ങുന്നു. ഇത് പാസ്കൽ നിയമപ്രകാരമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പാസ്കൽ നിയമപ്രകാരമുള്ള ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ശ്രദ്ധിക്കണം. പാസ്കൽ നിയമം ഒരറ്റത്ത് നമ്മളൊരു F1 എന്ന് പറയുന്ന ബലം കൊടുക്കും, മറ്റേ അറ്റത്ത് ആ ബലം F2 ആയിട്ട് മാറും. ആദ്യത്തെ ഭാഗത്തുള്ള ഏരിയ A1 ആണ്, വാവട്ടം എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ ഭാഗത്ത് കുഞ്ഞൊരു ഏരിയ, ആ ഏരിയ A1 ആണ്. മറ്റേ ഭാഗത്തെ വലിയ ഏരിയ A2 ആണെങ്കിൽ F1/A1 = F2/A2. ഇതാണ് പാസ്കൽ നിയമത്തിൻ്റെ സമവാക്യം. F1/A1 = F2/A2. എന്താണ് F1/A1? അതിനെ P1 എന്നാണ് പറയുക. എന്താ F2/A2? അത് P2 എന്നാണ് പറയുക. എന്താ P1ഉം P2ഉം? മർദ്ദം. P1 എന്ന് പറഞ്ഞാൽ മർദ്ദം, F/A എന്ന് പറഞ്ഞാൽ മർദ്ദമാണ്. ബലം ബൈ ഏരിയ, ബലം ബൈ വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മർദ്ദമാണ്. യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. P1 = P2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരറ്റത്തുള്ള മർദ്ദം തന്നെയായിരിക്കും മറ്റേ അറ്റത്തും എന്നാണ്. ഇതാണ് പാസ്കൽ നിയമത്തിൻ്റെ സമവാക്യം, പാസ്കൽ നിയമത്തിൻ്റെ നിർവചനം, വാചകം, പ്രസ്താവന. എന്താ പറയുന്നത്? ഒരു സമ്പ്രദ വ്യൂഹത്തിൽ, സമ്പ്രദ വ്യൂഹം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള വ്യൂഹം, അല്ലെങ്കിൽ അതുപോലെയുള്ള ദ്രാവകങ്ങൾ കൊണ്ട് പരസ്പരം കണക്ട് ചെയ്ത വ്യൂഹം, സിസ്റ്റം. ഒരു സമ്പ്രദ വ്യൂഹത്തിൽ ഒരു ഭാഗത്ത് കൊടുക്കുന്ന മർദ്ദം അതിൻ്റെ മറ്റെല്ലാ ഭാഗത്തും അനുഭവപ്പെടും. ഇതുപോലെ വെള്ളത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഒരറ്റത്ത് കൊടുക്കുന്ന മർദ്ദം തന്നെ മറ്റേ ഭാഗത്തും അനുഭവപ്പെടുമെന്ന് പറയുന്നതാണ് പാസ്കൽ നിയമം. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പാസ്കൽ നിയമം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പാസ്കൽ നിയമത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരിക? ഹൈഡ്രോളിക് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ എന്താണ്? പാസ്കൽ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് F1/A1 = F2/A2 വെച്ചിട്ട് ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് വരും. അത് സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ F1/A1 = F2/A2 ഏതെങ്കിലും 3 എണ്ണം തന്നിട്ട് 4ാമത്തേത് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് വരിക. പാസ്കൽ നിയമത്തിൽ നിന്നാണ് ചോദ്യം. പിന്നെ ആർക്കിമിഡീസ് തത്വമാണ് ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു തത്വം, മറ്റൊരു പ്രിൻസിപ്പിൾ. പാസ്കൽ നിയമത്തിൻ്റെ കൂടെ പഠിക്കേണ്ടത് ആർക്കിമിഡീസ് തത്വമാണ്. എവിടെയാണിത് വരുന്നത്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയോ മുങ്ങിക്കിടക്കുകയോ ചെയ്യുന്ന വസ്തുക്കളെക്കുറിച്ച് പറയുന്നത് ആർക്കിമിഡീസ് തത്വമാണ്. അപ്പോൾ ആർക്കിമിഡീസ് പണ്ട് കുളിത്തൊട്ടിയിൽ ഇറങ്ങിക്കടന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. യുറീക്ക എന്ന് വിളിച്ചിട്ട് നഗ്നനായി തെരുവുകളിലൂടെ ഓടിയ ആർക്കിമിഡീസിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് ഈ ആർക്കിമിഡീസ് തത്വം കണ്ടുപിടിച്ചപ്പോഴാണ്. നമ്മൾ ഒരു ദ്രാവകത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഒരു വസ്തു ഇറക്കി വയ്ക്കുമ്പോൾ ആ ഇറക്കി വയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അവിടുന്ന് സൈഡിലേക്ക് ഒഴുകി മാറും, അല്ലേ? കുറച്ച് വെള്ളത്തെ ആദേശം ചെയ്യുക എന്നൊക്കെ പറയുക. കുറച്ച് വെള്ളം സൈഡിലേക്ക് വകഞ്ഞു മാറ്റപ്പെടും.
ആ വെള്ളത്തിൻ്റെ ഭാരം, ആ വകഞ്ഞു മാറ്റപ്പെട്ട വെള്ളത്തിൻ്റെ ഭാരവും ഈ ഇറക്കി വെച്ച വസ്തുവിൽ വെള്ളം താഴേന്ന് മുകളിലേക്ക് കൊടുക്കുന്ന പ്ലവക്ഷമ ബലവും തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. നമ്മളൊക്കെ സ്വിമ്മിംഗ് പൂളിലോ കുളത്തിലോ ഒക്കെ വെള്ളത്തിലിറങ്ങുമ്പോൾ താഴേന്ന് മുകളിലേക്ക് നമുക്കൊരു ബലം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്. കരയിൽ നിൽക്കുന്ന ഭാരം നമുക്ക് വെള്ളത്തിൽ അനുഭവപ്പെടില്ല. കാരണം എന്താ? താഴേന്ന് മുകളിലേക്ക് ഒരു ബലം തരുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം. കേട്ടിട്ടുണ്ടാവും. എന്താ? പ്ലവക്ഷമ ബലം. അപ്പോൾ അതും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആർക്കിമിഡീസ് തത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്ലവക്ഷമ ബലം എന്ന് പറയുന്ന ഒരു ബലമുണ്ട്. ആ ബലത്തെക്കുറിച്ചാണ് ആർക്കിമിഡീസ് പറയുന്നത്. ഒരു വസ്തു വെള്ളത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ ആ വസ്തു എത്ര വെള്ളത്തെയാണോ വകഞ്ഞു മാറ്റുന്നത്, ആ വെള്ളത്തിൻ്റെ ഭാരവും അതിന് കിട്ടുന്ന പ്ലവക്ഷമ ബലവും തുല്യമായിരിക്കും. ഈ തത്വമാണ് കപ്പൽ നിർമ്മിക്കുമ്പോഴും ബോട്ട് നിർമ്മിക്കുമ്പോഴും ഇതൊക്കെ പൊങ്ങിക്കിടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കപ്പൽ നിർമ്മാണത്തിനും ബോട്ട് നിർമ്മാണത്തിനും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ അതിലുപയോഗിക്കുന്നത് ഇതേ ആർക്കിമിഡീസ് തത്വമാണ്. അതിന് വേറൊരു പേര് പറയും, പ്ലവന തത്വം. എന്താ പറയുന്നത്? പ്ലവന തത്വം എന്നൊരു വാക്കും കൂടെ നമ്മൾ പറയും. പ്ലവന തത്വം എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്നൊരു വാക്ക് കൂടെ നമ്മളിവിടെ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ ആർക്കിമിഡീസ് തത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു കപ്പൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ കപ്പൽ പരമാവധി വെള്ളത്തെ വകഞ്ഞു മാറ്റുന്ന രീതിയിൽ പണിയണം. അപ്പോൾ എന്താ ഗുണം? അപ്പോൾ അതിന് കിട്ടുന്ന പ്ലവക്ഷമ ബലം കൂടും. അപ്പോൾ അത് കൂടുതൽ പൊങ്ങിക്കിടക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കപ്പൽ പണിയുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് വ്യാപ്തം വളരെ വലുതാണെങ്കിൽ അത്രയും വെള്ളത്തെ അത് വകഞ്ഞു മാറ്റും. അപ്പോൾ അതിന് കിട്ടുന്ന പ്ലവക്ഷമ ബലവും കൂടുതലായിരിക്കും. അപ്പോൾ അത് പൊങ്ങിക്കിടക്കും എന്നാണ് ആര് പറയുന്നത്? ആർക്കിമിഡീസ് തത്വപ്രകാരം അല്ലെങ്കിൽ പ്ലവന തത്വപ്രകാരമൊക്കെ പറയുന്നത്. അത് ശ്രദ്ധിക്കുക. ഇത് ആ ഭാഗത്ത് നിന്ന് വരാവുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ്, മറ്റൊരു തത്വമാണ്. ഇനി നമ്മുടെ ഓപ്ഷൻസിൽ, ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസിൽ വേറൊരാളെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ബെർണോളീസ് തത്വം. ഇതധികം പേര് കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് വളരെ പെട്ടെന്ന് പറയാം. ബെർണോളീസ് തത്വത്തിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ഒരു ഉദാഹരണം തന്നിട്ട് ഏത് തത്വപ്രകാരം അല്ലെങ്കിൽ ഏത് നിയമപ്രകാരം എന്ന് ചോദ്യം വരാം. നമ്മുടെ PVC പൈപ്പിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്നു. അങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളത്തിൻ്റെ വേഗത, വെള്ളത്തിൻ്റെ ഊർജം, വെള്ളത്തിൻ്റെ മർദ്ദം, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്, ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഇപ്പറഞ്ഞ ഊർജം, മർദ്ദം, വേഗത, ഇവയെക്കുറിച്ചൊക്കെ പറയുന്നത് ബെർണോളീസ് തത്വപ്രകാരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നാൽ ഏത് തത്വമാണെന്ന് മനസ്സിലാക്കുക? ബെർണോളീസ് തത്വമാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി വെള്ളം വരുന്ന ഓസ്, പൈപ്പ്, ആ പൈപ്പ് പിടിച്ച് ചെടിയൊക്കെ നനയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി കഴുകുന്ന സമയത്ത് ആ ഓസിൻ്റെ വായ് ഭാഗം അമർത്തി പിടിക്കും, പ്രസ് ചെയ്ത് പിടിക്കും. അപ്പോൾ വെള്ളം ചീറ്റി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ കാരണം? വട്ടം കുറഞ്ഞപ്പോൾ വെള്ളത്തിന് വേഗത കൂടി. ഇതല്ലേ അവിടെ സംഭവിച്ചത്? ബെർണോളീസ് തത്വപ്രകാരമാണ്. ബെർണോളീസ് തത്വപ്രകാരമാണ്. ശ്രദ്ധിക്കണം. ബെർണോളീസ് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒഴുകുന്ന ആ വട്ടം, അല്ലെ നമ്മൾ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നൊക്കെ പറയും, ആ വട്ടം കൂടിയാൽ, അതായത് പൈപ്പിന് വീതി കൂടിയാൽ സ്പീഡ് കുറയും, പൈപ്പ് ചെറുതായാൽ സ്പീഡ് കൂടും. ഇത്രയേ ഉള്ളൂ. ബെർണോളീസ് തത്വപ്രകാരമാണ്. അതേപോലെ 2 നിലയുടെ അല്ലെങ്കിൽ 10 നിലയുടെ മുകളിലെ ടാങ്കിൽ നിന്ന് വെള്ളം താഴെ എത്തുമ്പോൾ നല്ല വേഗതയായിരിക്കും. 1 നിലയുടെ മുകളിൽ നിന്നാവുമ്പോൾ വേഗത കുറവായിരിക്കും. ഇതൊക്കെ ബെർണോളീസ് തത്വപ്രകാരം. അപ്പോൾ ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ വേഗത, അതിൻ്റെ മർദ്ദം, അതേപോലെ അതിൻ്റെ ഊർജം, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ബെർണോളീസ് തത്വമാണ്. ചോദ്യം മുമ്പ് വന്നിട്ടുണ്ട്. ഒരു ചോദ്യം പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം പറയാം. ഒരു കൊടുങ്കാറ്റ് അടിക്കുന്ന സമയത്ത് കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ പറന്നു പോകുന്നു. കാരണം എന്താണ്? കാരണം ബെർണോളീസ് തത്വമാണ്. എന്താ കാര്യം? ഈ കൊടുങ്കാറ്റ് അടിക്കുന്ന സമയത്ത് വാതിൽ, ജനൽ പോലെ അതിനുള്ളിലൂടെ കാറ്റ്, വായു അകത്തോട്ടങ്ങ് പ്രവഹിക്കും. അപ്പം മർദ്ദം കൂടും. വായുവിന് പുറത്തേക്ക് പോകണമെങ്കിൽ അത്രയും മർദ്ദം പ്രയോഗിച്ച് അത് പുറത്തേക്ക് പോകണം. പുറത്തേക്കുള്ള വഴി അത് സ്വയം ഉണ്ടാക്കും. അപ്പോൾ എന്താ ചെയ്യുക? അതിൻ്റെ മേൽക്കൂരയും എടുത്തിട്ട് അത് പുറത്തേക്ക് ഒഴുകിപ്പോവും. അപ്പോൾ ആ ഒഴുക്ക്, അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് മാത്രമല്ല, വായുവിൻ്റെ ഒഴുക്ക്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ബെർണോളീസ് തത്വമാണ്. ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പരീക്ഷയ്ക്ക് വന്നാൽ ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനി ഒരു ചോദ്യം, നേരിട്ട് ഫിസിക്സ് അല്ല എങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമായതുകൊണ്ട്, ബഹിരാകാശം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കയ്യിലാണല്ലോ, ഫിസിക്സിൻ്റെ തന്നെ കയ്യിലാണല്ലോ. അതുകൊണ്ട് ഈ ചോദ്യം നമ്മൾ ഒന്നുകൂടെ പറയുവാണ്. 3ാം ഘട്ടത്തിലെ പരീക്ഷയിൽ ചന്ദ്രയാൻ 3ൻ്റെ റോവറിൻ്റെ പേര് ചോദിച്ചു. റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ
ചന്ദ്രയാൻ 3 ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പറയുമ്പോൾ പറഞ്ഞു, റോവർ പഠിക്കുമ്പോൾ ലാൻഡറും പഠിക്കണം, ലാൻഡറിൻ്റെ പേര് വിക്രം എന്ന് നമ്മൾ പറഞ്ഞു. അത് കേട്ടവർ 1 മാർക്ക് ഉറപ്പായും വാങ്ങിയിട്ടുണ്ടാവും. കേട്ടവരൊന്ന് കമൻറ്റ് ബോക്സിൽ ആ സന്തോഷം ഒന്ന് പ്രകടിപ്പിക്കണം കേട്ടോ. കഴിഞ്ഞ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞത് കേട്ട്, അത് തലേ ദിവസമാണ്, പരീക്ഷയുടെ തലേ ദിവസമാണ് നമ്മളത് പറയുന്നത്. അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ആഴ്ച നമ്മുടെ എൻട്രിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ച് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ തൊട്ട് മുൻപത്തെ ആഴ്ചയിൽ അത് കേട്ടിട്ടുണ്ടാവും. അല്ലെ, യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ തലേ ദിവസം അത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തത്, അത് അറിഞ്ഞ ആളുകൾ, കേട്ട ആളുകൾ ആ സന്തോഷം മാർക്ക് കിട്ടിയവരൊന്ന് പ്രകടിപ്പിക്കുക. ഇവിടെ നമ്മൾ പ്രഗ്യാൻ റോവറും അതേപോലെ വിക്രം ലാൻഡറും ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് ചോദ്യമായിട്ട് വന്നിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഒരിക്കൽ കൂടെ ചന്ദ്രയാൻ 3 കാര്യം നമ്മളൊന്ന് ആവർത്തിക്കുകയാണ്. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് പോവുക, ഇനിയും ചോദ്യം വരാം. ചന്ദ്രയാൻ 3 പേര് പോലെ തന്നെ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിൻ്റെ 3ാമത്തെയാണ്. 1, 2, 3 ചന്ദ്രയാൻ 1, 2, 3 2008 1, 2019 2, 2023 ജൂലൈ 14 3ാമത്തെ ചന്ദ്രയാൻ ലോഞ്ച് ചെയ്യുന്നു. ഓഗസ്റ്റ് 23 അവിടെ എത്തുന്നു. ഓഗസ്റ്റ് 23 ഡേറ്റ് മാറിപ്പോവരുത്. ഓഗസ്റ്റ് 23 അവിടെ എത്തുന്നു, അവിടെ ലാൻഡ് ചെയ്യുന്നു. ഈ ഓഗസ്റ്റ് 23 നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് കൊണ്ടാടുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ പറയുന്ന ചന്ദ്രയാൻ സതീഷ് ധവാൻ ബഹിരാകാശ നിലയം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് നമ്മുടെ ലോഞ്ചിങ് ഒക്കെ നടക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. ലോഞ്ച് വെഹിക്കിൾ ഏതായിരുന്നു? LV മാർക്ക് 3 M4 ആയിരുന്നു ലോഞ്ച് വെഹിക്കിൾ. അതിനകത്ത് നമ്മൾ ലോഞ്ച് ചെയ്തത് എന്താണ്? നമ്മൾ വലിയൊരു റോക്കറ്റിൽ 10,000 കിലോയ്ക്ക് മുകളിലുള്ള ലോഞ്ചിങ്ങാണ് നടത്തുന്നത്. എന്നാൽ അതിനകത്ത് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് വിക്രം ലാൻഡറും പിന്നെ പ്രജ്ഞാൻ റോവറും. ലാൻഡർ എന്ന് പറയുമ്പോൾ ഇറങ്ങുന്ന ഭാഗം, റോവർ എന്ന് പറയുമ്പോൾ കറങ്ങി നടക്കുന്ന ഭാഗം, അത്രയേ ഉള്ളൂ. ആ ലാൻഡറിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടന്ന് അവിടെ പരിവേഷണം നടത്തും. അതാണ് റോവർ എന്ന് പറയുന്ന 2 പേര്. ശ്രദ്ധിക്കുക, രണ്ടും ചോദിച്ചു. വിക്രം ലാൻഡറും അതേപോലെ പ്രജ്ഞാൻ റോവറും. അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ വെച്ചാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. 3900 കിലോഗ്രാം ആയിരുന്നു ആകെ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഉള്ള ഭാരം. അതിൽ 2200 കിലോഗ്രാമോളം ഇന്ധനമാണ്. ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അവിടം വരെ എത്താൻ വേണ്ടി കത്തിത്തീരാനുള്ള ഇന്ധനം. മുകളിലോട്ട് പോകുന്തോറും കത്തിത്തീർന്ന് അതിൻ്റെ ഭാരം കുറഞ്ഞു വരും. അതിൽ 2200 കിലോഗ്രാമോളം ഈ പറഞ്ഞ ഇന്ധനമായിരുന്നു. 1752 കിലോഗ്രാമുള്ള ലാൻഡർ മൊഡ്യൂൾ അതിലുണ്ടായിരുന്നു. ലാൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? വിക്രം. അതിലൊരു 26 കിലോഗ്രാം ആരായിരുന്നു? പ്രഗ്യാൻ റോവർ ആയിരുന്നു. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചോദ്യപേപ്പർ അവലോകനം അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട എൻട്രിയുടെ സുഹൃത്തുക്കൾ, ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ നിന്ന് ചോദ്യം വരും എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മായാജാലം നടത്തിയിട്ട് പറയുന്നതല്ല. അത് നമുക്ക് ആ സബ്ജക്റ്റിന് മുകളിലുള്ള, ആ ചോദ്യപേപ്പറിന് മുകളിലുള്ള ഉറപ്പാണ്. നമ്മൾ ആ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഏതാണ് ഹോട്ട് ടോപ്പിക് എന്നുള്ള ആ എക്സ്പീരിയൻസിൻ്റെ പുറത്തുള്ള ഉറപ്പാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ധൈര്യമായിട്ട് അടുത്ത ഘട്ട പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ് ഫോർ എവറി വൺ ഓഫ് യു. ദിസ് ഈസ് സന്തോഷ് സേതുമാധവൻ സൈനിങ് ഓഫ് ദിസ് ടൈം ഓൺ ബിഹാഫ് ഓഫ് എൻട്രി. താങ്ക് യു വെരി മച്ച്.